നമുക്കൊക്കെ വല്ലപ്പോഴും കിട്ടുന്നൊരു ഐറ്റമാണ് ഈ എരുത്ത് എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കിട്ടൂല. പിന്നെ മാത്രമല്ല കിട്ടിയാൽ തന്നെ ഇത് ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് ആരും വാങ്ങാനും നിൽക്കില്ല. പക്ഷേ അത് നമ്മുടെ അടുത്തൊരു പുഴയുണ്ട്. ആ പുഴയിൽ നിന്ന് നല്ല പിടിച്ചു കൊടുക്കുന്ന ഐറ്റമാണ്. അപ്പോൾ ഇത് നല്ല വാഷ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലോണം വാഷ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാസ്റ്റ് ഫുള്ള് കളയണം. അപ്പോൾ കറക്റ്റായിട്ട് അല്ലാണ്ടെങ്കിൽ വയറിൽ അല്ല വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നല്ലോണം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ആണിത്. ആദ്യം നമ്മൾ തക്കാളിയൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് അരിയുന്നുണ്ട്. പിന്നെ ഇഞ്ചി, അതുപോലെ ഓരോരോ ഐറ്റങ്ങളായിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് നമ്മൾക്ക് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ ചേർക്കുന്ന സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയുന്നില്ല, അങ്ങനെ നോക്കിയിട്ട് മല്ലിപ്പൊടിയാണ്, ഉപ്പാണ്, ഇങ്ങനെയുള്ള ഓരോരോ ഐറ്റംസ് സാധനങ്ങൾ ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം കഴുകി വെച്ച ഈ എരുന്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി നല്ല മിക്സ് ചെയ്തെടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കണം ആദ്യം തന്നെ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വയറിന് നല്ലോണം പണി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റമാണ് ഈ എരുന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട് ഇത്. അങ്ങനെ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം ഇത് നല്ല ഫ്രീസറിൽ വെച്ചിട്ട് വെക്കണം. അപ്പോഴിത് കഴിക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ അത്രയും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാനത് ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് അതുപോലെ സ്റ്റൗവൊക്കെ കത്തിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അടുപ്പിലുണ്ടാക്കാം. ഞാനത് സ്റ്റൗവിൽ കത്തിച്ചിട്ട് നല്ല വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ ആകുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും. പിന്നെ ഹെൽത്തിനും വളരെ ബെറ്ററാണ് വെളിച്ചെണ്ണ. അങ്ങനെ അതിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ടൈമിൽ തന്നെ ഉണ്ടാക്കുന്നത് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറച്ച് ടൈം ആദ്യം ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ അങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം പാകമായി കഴിഞ്ഞാൽ നമ്മൾ ഒരു കുറച്ച് സവാള ഇട്ടിട്ട് അതിൻ്റെ മേലെ അങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഇതിൽ കൂടുതൽ മിക്സ് ചെയ്യുക. ഇത് നമുക്ക് ആദ്യം സവാള വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം സവാള മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് എരുന്തിടാനും പറ്റും. പിന്നെ അതിലേക്ക് മല്ലിയില, അതുപോലെ കറിവേപ്പില ഇതൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിന് മുകളിലായിട്ട് കുറച്ച് കൂടി വെളിച്ചെണ്ണ, നമുക്ക് വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കണ്ടില്ല ഈ ഒരു പരിവായിട്ടുണ്ടാവും ഏകദേശം. അവിടുന്ന് കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ വേറെ ബൗളിലേക്ക് മാറ്റി. അങ്ങനെ നല്ല കുത്തരി ചോറും അതിലേക്ക് നല്ല അടിപൊളി സൂപ്പറായിട്ട് നല്ല തേങ്ങാച്ചോറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല അരിയിൽ പാലക്കാടൻ മുട്ടയാണ് അതിൽ നല്ല തേങ്ങ ഇട്ടിട്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയിട്ട് നല്ല കഴിച്ച് അടിപൊളി സാധനമായിരുന്നു. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.